പല ആക്രമണങ്ങൾ നടത്തിയും അതിർത്തിയിൽ പ്രകോപനങ്ങൾ സൃഷ്ടിച്ചും പാകിസ്ഥാൻ ഇന്ത്യയോട് നേരിട്ടുള്ള യുദ്ധത്തിന് ഒരുങ്ങിയപ്പോഴും യഥാർത്ഥ ശത്രു മറഞ്ഞിരിക്കുകയാണ്. പാക്കിനെ മുന്നിൽ നിർത്തി മറഞ്ഞ യുദ്ധം നടത്തുന്നത് ചൈനയാണ്, ഇന്ത്യയുടെ പ്രധാന ശത്രു രാജ്യം. ഇന്ത്യ ചൈന അതിർത്തി തർക്കം ഇപ്പോഴും രൂക്ഷമാണ്. ഇതിനിടയിൽ ഒരു പടി മുന്നിൽ നിൽക്കേണ്ടത് ഇന്ത്യയുടെ ആവശ്യകതയുമാണ്. ചൈനയ്ക്കെതിരെ നിർണായക നീക്കത്തിന് ഒരുങ്ങുകയാണ് രാജ്യം. അതിർത്തി തർക്കം രൂക്ഷമാകുന്നതിനിടെ ഗതാഗതവും സൈനിക നീക്കവും മെച്ചപ്പെടുത്തുന്നതിനായാണ് ഇന്ത്യയുടെ ഈ നിർണായക നീക്കം. എന്താണെന്നല്ലേ, വിശദമായി പറയാം. 2017 ഇന്ത്യയും ചൈനയും തമ്മിൽ സംഘർഷമുണ്ടായ ഡോക്ലാമിന് സമീപം ഭൂട്ടാനിൽ ഇന്ത്യ നിർമ്മിക്കുന്ന റോഡിന്റെ പ്രവൃത്തി പൂർത്തിയായിട്ടുണ്ട്. ഇതോടെ ഡോക്ലാം പ്രവിശ്യയിലേക്ക് ഇന്ത്യക്ക് കൂടുതൽ വേഗത്തിലും എളുപ്പത്തിലും എത്തിച്ചേരാനാകും. ഇതിന്റെ ഭാഗമായി ഭൂട്ടാൻ നിർമ്മിച്ച റോഡിലൂടെ സാധനങ്ങൾ വേഗത്തിൽ എത്തിക്കുന്നതും സൈനിക നീക്കവും എളുപ്പത്തിൽ സാധ്യമാകും. ഡോക്ലാമിൽ നിന്ന് ഏകദേശം 21 കിലോമീറ്റർ അകലെയുള്ള ഭൂട്ടാനിലെ ഹാ താഴ്വരയുമായി ബന്ധിപ്പിക്കുന്നതാണ് പുതിയ റോഡ്. ബോർഡർ റോഡ്സ് ഓർഗനൈസേഷൻ ഏകദേശം 254 കോടി രൂപ ചെലവിട്ടാണ് റോഡ് നിർമ്മിച്ചിരിക്കുന്നത്. ഭൂട്ടാൻ പ്രധാനമന്ത്രി തോബ്ഗെ ഷെറിംഗ് വെള്ളിയാഴ്ച റോഡ് ഉദ്ഘാടനം ചെയ്തു. ഭൂട്ടാനിലെ തദ്ദേശീയരെ സഹായിക്കുന്നതിനും ആവശ്യമെങ്കിൽ സുരക്ഷാ സേനയുടെ സഞ്ചാരം മെച്ചപ്പെടുത്തുന്നതിനും ഈ റോഡ് സഹായകരമാകും. ടിബറ്റ് സ്വയംഭരണ മേഖലയിലെ ചുംബി താഴ്വരയിലേക്ക് നീളുന്നതാണ് ഈ റോഡ്. ചുംബി താഴ്വരയിൽ ചൈന സൈനികരെ വിന്യസിച്ചിട്ടുണ്ട്. ഭൂട്ടാൻ സൈന്യത്തെ വേഗത്തിൽ ചുംബി താഴ്വരയ്ക്ക് സമീപമുള്ള അതിർത്തിയിൽ എത്തിക്കാൻ ഈ റോഡ് സഹായിക്കും. സാധനങ്ങളുടെ നീക്കത്തിലും ഇത് സഹായിക്കും. ഭൂട്ടാൻ ഇപ്പോൾ റോഡ് ഉപയോഗിക്കുമെങ്കിലും ഭാവിയിൽ ആവശ്യമുണ്ടെങ്കിൽ ഇന്ത്യക്കും ഇത് പ്രയോജനപ്പെടും. ചൈനയിൽ നിന്ന് തുടർച്ചയായി അതിർത്തി പ്രകോപനങ്ങൾ ഉണ്ടാകുന്ന സാഹചര്യത്തിൽ ഭൂട്ടാനുമായുള്ള ബന്ധം ഇന്ത്യ ശക്തിപ്പെടുത്തുകയാണ്. ഇന്ത്യ ചൈന അതിർത്തിയോട് ചേർന്നാണ് ഭൂട്ടാൻ. ഇന്ത്യ ചൈന അതിർത്തിയിൽ ഇന്ത്യക്കൊപ്പം നിൽക്കുന്ന ഭൂട്ടാൻ എന്ന കുഞ്ഞു രാജ്യം ചൈനയുടെ കണ്ണിലെ കരട് തന്നെയാണ്. 2017 ഡോക്ലാമിൽ ജംഫരി റിഡ്ജിനോട് ചേർന്ന് ചൈന റോഡ് നിർമ്മിക്കാൻ ശ്രമിച്ചിരുന്നു. ഓപ്പറേഷൻ ജൂനിപ്പർ നീക്കത്തിലൂടെ ഇന്ത്യ ഈ നിർമ്മാണം തടയുകയായിരുന്നു. ഇന്ത്യൻ സൈന്യം ഡോക്ലാമിലേക്ക് പ്രവേശിച്ച് ചൈനീസ് സൈനികരെ തടഞ്ഞു. 72 ദിവസത്തോളം നീണ്ട സംഘർഷ സാഹചര്യത്തിനൊടുവിലാണ് മേഖലയിൽ നിന്ന് ചൈനീസ് സൈന്യം പിന്മാറിയത്. ഇതോടെ ചൈന ഡോക്ലാമിൽ അടിസ്ഥാന സൗകര്യങ്ങളും ഹെലിപാഡുകളും നിർമ്മിക്കുകയും പ്രദേശത്ത് സൈന്യത്തെ വിന്യസിക്കുകയും ചെയ്തു. ഭൂട്ടാന്റെ സമീപ പ്രദേശമായ ഡോക്ലാം സിക്കിം, ഭൂട്ടാൻ, ടിബറ്റ് എന്നീ പ്രദേശങ്ങൾ കൂടിച്ചേരുന്ന സ്ഥലത്താണ് സ്ഥിതി ചെയ്യുന്നത്. ഇന്ത്യൻ കരസേനാ മേധാവി ജനറൽ ഉപേന്ദ്ര ദ്വിവേദി അടുത്തിടെ ഭൂട്ടാൻ സന്ദർശിക്കുകയും ഹാവാലി റോഡിനെ കുറിച്ച് വിശദീകരിക്കുകയും ചെയ്തിരുന്നു. മേഖല ഉടൻ തന്നെ വിനോദസഞ്ചാരത്തിനായി തുറന്നുകൊടുക്കും. 2017 ജൂണിൽ ഭൂട്ടാൻ അവകാശപ്പെടുന്ന പ്രദേശത്ത് ചൈന റോഡ് നിർമ്മിക്കാൻ ശ്രമിച്ചപ്പോൾ ഇത് സംഘർഷ കേന്ദ്രമായി മാറുകയായിരുന്നു. ഇന്ത്യയുടെ തന്ത്രപരമായ താൽപര്യങ്ങൾ സംരക്ഷിക്കുന്നതിനും സഖ്യകക്ഷിയായ ഭൂട്ടാനെ പിന്തുണയ്ക്കുന്നതിനുമായി ഇന്ത്യ ഇടപെട്ടു. 2 മാസത്തിലേറെയായി നിയന്ത്രിതമായ സംഘർഷാവസ്ഥയ്ക്ക് ശേഷം ഡോങ്ലാങ് എന്നും അറിയപ്പെടുന്ന ഡോക്ലാമിലെ നിർണായക പ്രവർത്തനങ്ങൾ ചൈന നിർത്തിവെച്ചു. 1967 സെപ്റ്റംബർ മുതൽ ഒക്ടോബർ വരെ ഇന്ത്യൻ ചൈനീസ് സൈനികർ തമ്മിൽ തുടർച്ചയായ ഏറ്റുമുട്ടലുകൾ നടന്ന നാഥുല, ചോല എന്നിവയാണ് മറ്റ് 2 സ്ഥലങ്ങൾ. നാഥുല 14,140 അടി ഉയരത്തിലാണ് സ്ഥിതി ചെയ്യുന്നതെങ്കിൽ ചോല സമുദ്രനിരപ്പിൽ നിന്ന് 17,780 അടി ഉയരത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. കഠിനമായ ഭൂപ്രകൃതിയും സാഹചര്യങ്ങളും ഉണ്ടായിരുന്നിട്ടും യുദ്ധക്കളത്തിലെ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലെ പ്രവർത്തനങ്ങൾ തുടരുകയാണെന്ന് മേഖലയിലെ സൈനിക ഉദ്യോഗസ്ഥർ പറഞ്ഞു. ഈ ഭാഗത്ത് ഇന്ത്യൻ സൈനിക വിന്യാസം കൂട്ടുന്നതിന്റെ ഭാഗമായാണ് ഭൂട്ടാനിലെ ഇന്ത്യയുടെ റോഡ് നിർമ്മാണം. ഇതിന്റെ ഭാഗമായി 5 പാലങ്ങളും നിർമ്മിച്ചിട്ടുണ്ട്.